ഇറ്റ്സ് മീ സോന. അപ്പോൾ എൻ്റെ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. ഇന്നൊരു പെരുന്നാൾ വ്ളോഗാണ്. ഞങ്ങൾ രാവിലെ എണീറ്റ് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ പണി ചെയ്യലും വീഡിയോ എടുക്കലും രണ്ടും പോസിബിൾ അല്ലാത്തതുകൊണ്ട് കുറച്ച് രീതിയിലാണ് ഞാൻ വീഡിയോസ് എടുത്തത്. അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റാനുണ്ട്, റെഡി ആവാനുണ്ട്. ഫുഡൊക്കെ കഴിച്ച് നമ്മളിപ്പോൾ വന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് നമുക്ക് കാണാം. ഇതല്ല ഔട്ട്ഫിറ്റ്. ഞാനൊരു ജസ്റ്റ് ഒരു സിമ്പിൾ ടോപ്പാണ്. ഇപ്രാവശ്യം ഞാനങ്ങനെ സൽവാർ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഒരു ടോപ്പാവാണ് വെച്ചു. അപ്പോൾ ഈ ഒരു ജസ്റ്റ് ടോപ്പും പിന്നെ ഈ ഒരു പാൻറ്റും ആണ് ഇതെനിക്ക് അപ്പച്ചിയാണ് ഇപ്രാവശ്യം പെരുന്നാളിന് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഓൾറെഡി എനിക്ക് ഷോൾ ഉള്ളതാണ്. അപ്പം ഞാൻ ദാ ഈ ഒരു ഷോളാണ്. ഷോൾ വേറെ വാങ്ങാൻ നിന്നില്ല, പിന്നെ മാച്ചായിട്ട് ഈ ഷോളാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് മാറ്റിയിട്ട് വരാം. ഞാൻ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഫേസിലൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്യാനുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളപ്പോൾ ഗെറ്റ് റെഡിയാണ് ചെയ്യാൻ പോകുന്നത് ഫോർ ഈദ് ലുക്ക്. ഞാൻ ഓൾറെഡി സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കൺസീലർ അപ്ലൈ ചെയ്യുക ഫേസിൽ. എല്ലായിടത്തും ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് കൺസീലർ ഇട്ടപ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഫൗണ്ടേഷൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പോവാണ്. പോവാം. ഇത് കുറച്ച് ഡിഫറൻസ് ആയിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇത് ബ്രൗൺ പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യം ബോർഡർ വരച്ചു കൊടുക്കുന്നത്. പിന്നെ അതിൽ ഫില്ല് ചെയ്യുന്നത് നമ്മുടെ ഈ ബ്ലാക്ക് ഐബ്രോസ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത് കേട്ടോ. കേട്ടോ, ആളുവിനോട് ഞാൻ റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ട്. അവള് റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ റെഡി ആവുന്നത് തോന്നുള്ളൂ കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞ ഐബ്രോസ് ഇല്ല, അപ്പം അതുകൊണ്ട് നമ്മൾ വരച്ച് റെഡിയാക്കണം കേട്ടോ. ബട്ട് എൻ്റെ ഹസ്ബൻഡിന് നല്ല രീതിയിൽ ഐബ്രോസ് ഉണ്ട്. എനിക്ക് ക്യാമറ നോക്കിയിട്ട് പറ്റില്ല. നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് ഐ ഷാഡോ ആണ്. ഐ ഷാഡോ പാലറ്റ്. നമുക്ക് ഏതിടണം? കൺഫ്യൂസ് ആയല്ലോ. പോണം. നമുക്ക് ഞാൻ എന്തായാലും റെഡി ആയി. എന്തായാലും ഓക്കെ. നമുക്കപ്പോൾ ഇതാ ഈ ഒരു കളറും ഈ ഒരു കളറും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. സോറി, ഐയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. Then eyeliner വെക്കാം. Then apply mascara.
ഓക്കെ, അപ്പം നമ്മുടെ ഫൈനലി ഫേസ് ലുക്ക് കഴിഞ്ഞു. ഇനി ഡ്രസ്സൊന്ന് ചേഞ്ച് ആക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് കാണാം കേട്ടോ. ആൻഡ് ദിസ് ഇസ് മൈ ഫൈനൽ ലുക്ക്. ഇതെൻ്റെ ചെയിന്, ഇയറിങ്സ്, പിന്നെ ഇതാ വള, വാച്ചുണ്ട്. അത് ഞാൻ പിന്നെ പോകാൻ നേരത്ത് ഇടാം. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഇത് ഔട്ട്ഫിറ്റ് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. ഓക്കെ, നമുക്ക് ഹലോ ഗായ്സ്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഞാൻ റെഡിയായി കഴിഞ്ഞു, പക്ഷെ ഹസ്ബൻഡ് റെഡി ആയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ അടുത്തൊരു പീച്ചി പാടമുണ്ട് അല്ല ഇവിടെ, അവിടെ പോയിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതെൻ്റെ കൂളിംഗ് ഗ്ലാസ് കൂളിംഗ് ഗ്ലാസ് ഒന്ന് എടുത്ത് നോക്കട്ടെ. സത്യം പറഞ്ഞാൽ ഇതല്ല എൻ്റെ കൂളിംഗ് ഗ്ലാസ്. ഇതെൻ്റെ അല്ല, എൻ്റെ വേറെ അല്ല അല്ല അല്ല. ഇതാണ് ഹസ്ബൻഡിന്റെ ഡ്രസ്സ്. ഇതൊന്ന് ചിരിക്കോ? സോ ഞങ്ങൾ രണ്ടുപേരും ഓൾമോസ്റ്റ് ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞു. ഞങ്ങൾ മാത്രമല്ല, മേളിലത്തെ മാമാൻ്റെ 2 മക്കളും ഉണ്ട്. മേളിലത്തെ മാമ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മേളിലാണ്, കുറച്ച് ഹൈറ്റാണ് അവരുടെ വീട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മേളിലത്തെ മാമ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ 2 മക്കളുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും കൂടെയാണ് പീച്ചിപ്പാടത്ത് ഫോട്ടോഷൂട്ട്. ഞങ്ങൾ എപ്പോഴും പെരുന്നാളിന് ഫോട്ടോഷൂട്ട് എടുക്കുമ്പോൾ പക്ഷെ ഞങ്ങളുടെ ടൈമിങ് എപ്പോഴും ശരിയാവില്ല. കാരണം പോണ ടൈം ഒരു 10-11 ആ ടൈം ആകും. ആ സമയത്ത് നല്ല വെയിലായിരിക്കും. പക്ഷെ മിനിഞ്ഞാന്ന് വരെ മഴക്കാറിൻ്റെ ഈ ഒരു ഇതിരുന്നപ്പോൾ നമ്മൾ വിചാരിച്ചു അങ്ങനെ ആയിരിക്കും, അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ ഫോട്ടോ എടുക്കണം എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കാം വെയിൽ നല്ല രീതിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഫോട്ടോ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ തണലന്വേഷിച്ച് ഞങ്ങളെല്ലാവരും കൂടി കുറേ സ്പോട്ടിൽ പോയി. പിന്നെ അവിടെ നിന്ന് വീഡിയോസിനുള്ളത് നമ്മൾ എടുത്തു. അത് നമ്മൾ എടുക്കാതിരിക്കില്ലല്ലോ. നല്ല മധുരം അത്രയും നാച്ചുറൽ, എന്നാലും നമുക്ക് അതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ ആ പൊടി മണ്ണൊക്കെ ആയിട്ട്. ഇത് നോക്ക്, നമ്മളിപ്പോ ഫോട്ടോ എടുക്കാൻ അടുത്ത സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം ഒരു സ്പോട്ടിലേക്ക് പോയി, പക്ഷെ അവിടെ നല്ല വെയിലായതുകൊണ്ട് നമുക്ക് പറ്റിയില്ല. പക്ഷെ ഇവിടെ ഒരു റബ്ബർ സ്റ്റേറ്റിലാണ് നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കുന്നത്. ഉദ്ദേശിച്ച ഫോട്ടോ കിട്ടിയില്ല, ബട്ട് അതാ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ സ്പോട്ട്. ക്യാമറമാൻ. സോ ഞങ്ങളങ്ങനെ അടുത്ത സ്പോട്ട് തേടി പോയി. എല്ലാവരും ഓരോരോ സ്പോട്ട് തപ്പി നടക്കുകയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മുടെ 3 പേരുടെയും ഫോട്ടോസൊന്നും കിട്ടിയില്ല. അവളുടെ ഇല്ലേ മാളൂൻ്റെ, അവളുടെ മാത്രം നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടി. പക്ഷെ ഞങ്ങളുടെ 3 പേരുടെയും കുറേ നമ്മൾ നോക്കി, പക്ഷെ ഉദ്ദേശിച്ച ആ ഒരു ഫോട്ടോ നമുക്ക് കിട്ടിയില്ല. എല്ലാ പെരുന്നാളും നമുക്ക് കിട്ടുന്നതാണ്, പക്ഷെ ഇപ്രാവശ്യം എന്താണെന്ന് അവൾ ഡ്രസ്സിൻ്റെ ആണോ എന്നൊന്നും അറിയില്ല. ഫോട്ടോസൊന്നും ആയിട്ട് കിട്ടിയില്ല. പക്ഷെ അവളുടെ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഏത് സ്പോട്ടിൽ നിന്നാലും അവൾ അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് കിട്ടുന്നുണ്ട്. ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇന്നലത്തെ വ്ളോഗ് ഞാനൊരു പകുതി വെച്ച് നിർത്തി. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് നേരം നമുക്ക് ഇടന്നു. അത് കഴിഞ്ഞ് നല്ല തിരക്കായിരുന്നു. വാപ്പിച്ച് ഉമ്മിച്ച് എറണാകുളത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവരെൻ്റെ അടുത്ത് ശരിക്കും ഇന്ന് വരും, അതായത് വെള്ളിയാഴ്ച വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വ്യാഴാഴ്ച അവർ വിളിച്ചിട്ട് ശരി ഞങ്ങൾ വൈകുന്നേരം വരാമെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അത് കാരണം നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണതിൻ്റെ തിരക്കായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. പിന്നെ ഇന്ന് രാവിലെയും വീടിൻ്റെ ഓർമ്മ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് എടുക്കാൻ അത്ര പോസിബിൾ അല്ലായിരുന്നു. ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണതിൻ്റെ ഫുള്ള് തിരക്കായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. ഇപ്പോൾ വാപ്പിച്ചിയും അനിയൻ ഹസ്ബൻഡ് എല്ലാവരും കൂടി വെള്ളിയാഴ്ചയാണ് ഇപ്പോൾ പള്ളിയിൽ പോയേക്കാണ്. എപ്പോഴാണ് ഞാനൊന്ന് ഫ്രീ ആയിട്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കി ഇന്നലെ എടുത്ത വീഡിയോസ് ഒരു കണ്ടിന്യൂറ്റി ഇല്ലാണ്ട് നമുക്കങ്ങനെ സ്റ്റോപ്പാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോസും കൂടി എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാൻ ഓർത്തു. അപ്പോൾ ഉമ്മച്ചിതാ ഇവിടെ കിടക്കാണ്. ഞാനതുകൊണ്ട് വീഡിയോസിൽ കാണിക്കുന്നില്ല. ബാക്കി വിശേഷങ്ങൾ ഞാൻ കാണിക്കട്ടെ, അവർ വരുന്നതും ഫുഡ് കഴിക്കുന്നതൊക്കെ ആയിട്ട്. സോ അങ്ങനെ പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ്. അവരെല്ലാവരും പള്ളിയിൽ പോയി വന്നിട്ട്
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഇരുന്നാണ്. അവരെന്തായാലും വൈകുന്നേരം പെരുന്നാളിൻ്റെ വൈകുന്നേരമാണ് അവർ വന്നത്. ഇതിപ്പോൾ പിറ്റേ ദിവസമാണ്. അത് കഴിഞ്ഞിട്ട് അവർ വൈകുന്നേരം ആകുമ്പോൾ പോകും. അപ്പോൾ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിരുന്ന് പിന്നെ എൻ്റെ സിസ്റ്ററിലോൻ്റെ വീട്ടിലൊന്ന് പോകാൻ വേണ്ടി പ്ലാൻ ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് പോവാം, ഫുഡ് കഴിച്ചതല്ലേ എന്നുള്ള രീതിയിൽ. വാപ്പിച്ചാണെങ്കിൽ പെട്ടെന്ന് പോവാം, നിങ്ങൾക്ക് വീട്ടിൽ പോകേണ്ടതാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ കുറച്ച് നേരം ഇരുന്നിട്ട് ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞ് നമ്മളിതാ ഇത്താത്തൻ്റെ വീട്ടിലേക്ക് പോവാണ്. പോണ വഴിക്ക് നമ്മൾ അവിടെ പിള്ളേരൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ കടയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ പോയത്. നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു മഴക്കാറ് പോലെ. ഉമ്മച്ചിയൊക്കെ ആണെങ്കിൽ എന്ത് രസം കാണാൻ, നല്ല ഭംഗിയുണ്ട് എന്നൊക്കെയുള്ള റോഡൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ ഉമ്മച്ചി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളവിടെ എത്തി. നമ്മളവിടെ എത്തിയപ്പോഴേക്കും ചെറുത് കിടന്നുറങ്ങായിരുന്നു. ഞാൻ മെയിനായിട്ട് ചെറുതിനെ കാണാനാണ് ഞാനും കൂടെ വന്നത്. അവൻ ഉറങ്ങായിരുന്നു. പക്ഷെ നമ്മൾ ഉറങ്ങണവനെ എണീപ്പിക്കണമല്ലോ. അങ്ങനെ അവനെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് ആദ്യം ഇങ്ങനെ ഒരുമാതിരി ഇതുപോലെ ഇരുന്ന് എന്തിവിടെ സംഭവിക്കണം, ആരൊക്കെ വീട്ടിൽ വന്നേ എന്നുള്ളൊരു മൈൻഡായിരുന്നു ആൾക്ക്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഒപ്പം സംസാരിച്ച് കളിച്ചതായി. പിന്നെ അവനെ ഈ ഒരു വലുതായിട്ട് വാപ്പിച്ചു അങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനെ സംസാരിക്കണ ആ ഒരു പ്രായത്തിലിട്ട് വാപ്പിച്ചു അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ കൂടുതലും അവൻ വാപ്പച്ചിൻ്റെ അടുത്ത് പെട്ടെന്ന് മിങ്കിളായി. ഉമ്മച്ചിൻ്റെ അടുത്ത് നൗഫലിൻ്റെ അടുത്തൊന്നും ആൾ അത്രക്കൊന്നും അറ്റാച്ച് ആവുന്നുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് കാണുന്ന ഒരുപോലെ കരച്ചിലും ഇതൊക്കെ ആയിരുന്നു. പക്ഷെ വാപ്പച്ചിൻ്റെ അടുത്ത് ആദ്യമായിട്ടാണ് ആൾ കാണുന്നത്. പക്ഷേ അച്ഛൻ്റെ അടുത്ത് പെട്ടെന്ന് മിങ്കിളായി. പിന്നെ ഉമ്മച്ചിക്ക് എവിടെ പോയാലും കറിവേപ്പില കണ്ട വേണം. അപ്പോൾ അങ്ങനെ എത്താത്ത കുറച്ച് കറിവേപ്പിലൊക്കെ വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ നേരെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്, ഇനിയും ലോങ് ആക്കുന്നില്ല. ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു